നമുക്കൊരു റിപ്ലൈ ഇല്ല, കാര്യങ്ങളിലൊന്നുമില്ല. പിന്നെ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി സംഭവം ഉടായിപ്പ്, നമ്മളെ പറ്റിച്ചതാണ്. സംഭവം പറഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂ കോള്. ഞാൻ പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയുള്ള അവസ്ഥ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. മനുഷ്യത്വമൊന്നും ഇല്ലാത്ത പെരുമാറ്റം എന്ന് പറയത്തില്ലേ. എന്താണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും പോയി, ഡെലിവറി ചാർജും പോയി, സ്പീക്കറും പോയി, എല്ലാം പോയ അവസ്ഥയാണ്. ഹലോ ഗൈസ്, എല്ലാവരും ഹൈറ്റ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് പറ്റിയ ഒരു കാര്യം, അത് ഞാൻ ചോദിച്ചായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ കുറേ കമൻറ്റ് വന്നു എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാര്യം ജസ്റ്റ് കാര്യം കേട്ടോ പറയാൻ പോകുന്നത്. സംഭവം ഇതാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഇഷ്ടം പോലെ കമൻസ് വരുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്, ഈ ചോർ ബസാറിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങൾ വിൽക്കുന്നതാണ്, നിങ്ങൾക്ക് നാണമില്ല, അങ്ങനെ ഇങ്ങനെ ചോദിച്ച്. നമ്മൾ അടിച്ചു മാറ്റിയ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാറ് പോലും ഇല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. മനസ്സിലായി? ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് സാധനം ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഷൂസ് ഇരിക്കുന്ന മൊത്തം, പിന്നെ എന്താ പറയുന്നത്, ഈ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, ആൻറ്റിക് സാധനങ്ങൾ, ഇതെല്ലാം അവർ യൂസ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുന്ന് അതാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്ന സ്ഥലങ്ങൾ വിൽക്കുന്നിടത്ത് അവർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. മനസ്സിലായില്ലേ? അത് അവിടെ നിന്നും നമ്മൾ ഒരു സാധനം എടുത്ത് കൊടുക്കാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ജസ്റ്റ് ഈ ഷോർട്സ് കാണുന്നിടത്തും ജസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നവർ വേണം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മൊത്തം. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനത്തെ സാധനം എടുത്ത് കൊടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പം അതാണ് കാര്യം. നമ്മൾ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന സാധനമോ അല്ലെങ്കിൽ അത് ഇല്ലീഗലായിട്ടുള്ള ഒരു സാധനമോ ഒന്നും കൊടുക്കാറില്ല. കേട്ടില്ല? അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ ഈ നമുക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് സ്പീക്കർ അയച്ചു കൊടുക്കുമായിരുന്നു. സ്പീക്കേഴ്സ് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുന്നത്, വെയിറ്റ് ഉള്ള സാധനം സ്പീക്കർ. അപ്പം ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ബൈ എയർ വിടാൻ പറ്റത്തില്ല. എയർ വിടാൻ നേരം നല്ല ഡെലിവറി ചാർജ് വരുന്നുണ്ട്. നമ്മൾ ബൈ റോഡായിരിക്കും വിടുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഇന്ത്യൻ എയർ പോസ്റ്റ് ഇത് വഴിയായിരിക്കും, പിന്നെ പോസ്റ്റ് വഴിയായിരിക്കും വിടുന്നത്, ഇന്ത്യൻ പോസ്റ്റ് വഴി. ഇന്ത്യൻ പോസ്റ്റ് വഴി വിടാൻ നേരത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു സംഭവം ഉണ്ടായി. ഇന്ത്യൻ പോസ്റ്റ് വഴി ഇട്ടപ്പം കസ്റ്റമറുടെ അടുത്ത് സാധനം ചെന്നപ്പം അവർ പറഞ്ഞു ഇത് വർക്കാവുന്നില്ല. ഞാനിവിടുന്ന് ചെക്ക് ചെയ്യിച്ച് അയച്ചു കൊടുത്തും ലൈവ് വീഡിയോ കോൾ ചെയ്ത സംഭവം എല്ലാം എൻ്റെ ഉണ്ട്. എൻ്റെ വീഡിയോ ഉണ്ട്, കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ കാരണം ഇവിടെ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ ലൈവായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് നേരെ വാട്സാപ്പിൽ പോയി റെക്കോർഡ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്താൽ എല്ലാം കയ്യിലിരിപ്പുണ്ട്. ഒരു പ്രശ്നമില്ല, എല്ലാം കേൾപ്പിച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ബൈ ട്രാൻസ്പോർട്ടേഷന് പ്രശ്നം വന്നു, അവിടെ ചെന്നാൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെ കേൾപ്പിച്ചിട്ട് പറഞ്ഞ് വർക്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ബ്രോ, നമ്മൾ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ നമ്മളെല്ലാം കേൾപ്പിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, നിങ്ങളുടെ ഫോൾട്ട് കൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി, നിങ്ങളത് റിട്ടേൺ അയക്കി, ഞാനത് ഫണ്ട് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് ഫണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തു. ഞാൻ പ്രൊഡക്റ്റിൻ്റെ പൈസ, അതായത് പ്രൊഡക്റ്റും പിന്നെ ഡെലിവറി ചാർജും വരുമല്ലോ, പ്രൊഡക്റ്റിൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്തു. പ്രൊഡക്റ്റിൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്ത ശേഷം അവർ പിന്നെ നമ്മളെ വിളിക്കാൻ തുടങ്ങി. ബ്രോ എനിക്ക് ഡെലിവറി ചാർജ് കൂടി വേണം, എനിക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാനുള്ള അല്ലേ ഡെലിവറി ചാർജ് കൂടി വേണമെന്ന് പറഞ്ഞു. ഡെലിവറി ചാർജ് കൂടി വേണമെന്ന് പറഞ്ഞപ്പം ബാക്കി പ്രൊഡക്റ്റിനകത്ത് 100 രൂപയും കൂടി ഞാൻ അയച്ചു ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. 100 രൂപയും കൂടി അയച്ചു കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 100 രൂപയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂ കോള്. ഞാൻ പറഞ്ഞു ബ്രോ 100 രൂപയല്ലേ, ഞാൻ പിന്നീട് അയച്ചു തരാം. ഞാനിപ്പോൾ ജോലി സ്ഥലത്ത് ഞാൻ അയച്ചു തരാം, വന്നിട്ട് അയച്ചു തരാം, നിങ്ങൾ സാധനം പ്രൊഡക്റ്റ് അയക്കേ, ഞാൻ അയച്ചേക്കാം. ബാക്കിയെല്ലാം പൈസ എല്ലാം കൊടുത്തു. പ്രൊഡക്റ്റിൻ്റെ പൈസയും ഡെലിവറി ചാർജിൻ്റെ പകുതി പൈസയും കൂടി കൊടുത്തു. 100 രൂപയും കൂടി കൊടുക്കാനുള്ളൂ. ബ്രോ ഞാൻ അയച്ചു തരാം, ഞാൻ ജോലി സ്ഥലത്താണ്, അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ കോൾ, പല നമ്പറിൽ നിന്നും കണ്ടിന്യൂ കോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ നമുക്ക് സഹിക്കാൻ വയ്യാതെ വന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി നിന്ന് ഞാൻ പൈസ അയച്ചു കൊടുത്തു. പറഞ്ഞ് നിങ്ങളത് റിട്ടേൺ അയക്കേ എന്ന് പറഞ്ഞു. റിട്ടേൺ അയക്കുമെന്ന് പറഞ്ഞപ്പം സമയം അപ്പം കറക്റ്റ് 1 മണി സംതിങ് ആയതേ ഉള്ളൂ. റിട്ടേൺ അയക്കുമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇപ്പം റിട്ടേൺ അയക്കാൻ പറ്റത്തില്ല, ഇപ്പം ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അടച്ചെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഏത് പോസ്റ്റ് ഓഫീസായി 1 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? ഞാൻ ഇവിടുന്ന് എല്ലാ ഡെലിവറി സാധനം അയച്ചു കൊടുക്കാറ്. ഞാൻ കറക്റ്റ് പോകുന്ന സമയം എപ്പോഴാണെന്നറിയോ? 3:30 കഴിയുമ്പോൾ. അപ്പോൾ തിരക്ക് കുറവായിരിക്കും. 5 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. 4 മണി വരെ അമ്മമാർ സാധനങ്ങൾ ഷിപ്പിങ് എടുക്കും. എനിക്കറിയത്തില്ല എന്താ സംഭവം. എറണാകുളമാണ് സ്ഥലം. എറണാകുളം കൂടിയാന്ന് പറഞ്ഞു. അതിൽ ഓണംകര മൂലമൊന്നുമില്ല, എറണാകുളമാണ് സ്ഥലം. അവർ പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് അടച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ കോൾ, എന്നെ ഓഡിയോ ഒക്കെ അയച്ചു തന്നു. പോസ്റ്റ് ഓഫീസ് അടച്ചെന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല എവിടുന്ന ഓഡിയോ എന്നൊക്കെ. ഓഡിയോ അയച്ചു തന്നു. ഓഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇന്ന് നടക്കത്തില്ല, ഞാൻ നാളെ രാവിലെ തന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ നാളെ രാവിലെ തന്നെ ഇട്ടാൽ മതി. 100 രൂപ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാത്തവനാണ്. ഓർത്തോണം, അത് സമ്മതിക്കാത്തവനാണ്. ഞാൻ പിന്നെ പറഞ്ഞു ഓക്കെ, ഞാൻ നിങ്ങൾ ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ നാളെ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ നാളെ അയച്ചു തരാമെന്ന് പറഞ്ഞു. വൈകിട്ട് ഒരു 10 മണിയൊക്കെ 9 10 മണിയായപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നു. ബ്രോ ഞാൻ വണ്ടി ഓടുന്ന ആളാണ്, എനിക്ക് അത്യാവശ്യം ഒരു ഓട്ടം ഉണ്ട്, അപ്പോൾ ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ, അന്നേരം അയച്ചു തരാമെന്ന് പറഞ്ഞു.
മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സമയത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞ വീട്ടിലാരും ഇല്ലേ ഒന്ന് അയച്ചു കൊടുക്കാൻ? ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഫ്രണ്ട്സിനോട് പറയാൻ അയച്ചു കൊടുക്കാൻ. വീട്ടിലുള്ള ആർക്കും ഇല്ല. അപ്പം ഫ്രണ്ട്സും ഇല്ല, വീട്ടിലുള്ള ആരും അയച്ചു കൊടുക്കത്തുമില്ല, ഫ്രണ്ട്സും ഇല്ല അയച്ചു കൊടുക്കാൻ പറ്റുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഓട്ടം കഴിഞ്ഞാൽ വരും, 3 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. 3 ദിവസം കഴിഞ്ഞ് അയച്ചു തരാൻ പറഞ്ഞു. 3 ദിവസം അയച്ചു തരാൻ വേണ്ടി ഞാൻ ഡെലിവറി ചാർജ് അടക്കം ഫുൾ അഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തു. 3 ദിവസം കഴിഞ്ഞിട്ടും നമുക്കൊരു റിപ്ലൈ ഇല്ല, കാര്യങ്ങളിലൊന്നുമില്ല. പിന്നെ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി സംഭവം ഉടായിപ്പ്, നമ്മളെ പറ്റിച്ചാണ്. സംഭവം സ്പീക്കർ കേൾക്കുന്നു, നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്, നമ്മളിത് ഇതേ കണക്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് എങ്ങനെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓർത്ത് പോട്ടെ എന്ന് ഓർത്ത്. ഇതുപോലത്തെ ആൾക്കാരുണ്ട്. ഞാൻ 100 രൂപ പിന്നീട് അയച്ചു തരാം. അതായത് പിന്നീട് എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കത്തില്ലെന്നല്ല പറഞ്ഞത്, ഞാൻ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന് എന്നെ നിരന്തരം ശല്യപ്പെടുത്തി. എനിക്ക് 100 രൂപയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ ഡ്യൂട്ടി ശല്യപ്പെടുത്തുന്നതനുസരിച്ച് അതുപോലെ നിരന്തരം കോൾ ചെയ്ത് ശല്യപ്പെടുത്തുന്നു, മെസ്സേജ് അയക്കുന്നു. എനിക്കാണ് ഫോൺ ഓഫ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല. ഡ്യൂട്ടി സമയത്ത് എന്തെങ്കിലും എമർജൻസി കോൾ വരാനായിട്ട് എടുക്കേണ്ടതാണ്, അതുകൊണ്ട് എടുക്കാനും അയക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ആ ശല്യം സഹിക്കാതെയാണ് നമ്മളിത് ഇവർക്ക് അയച്ചു കൊടുത്തത് പൈസ. അപ്പോൾ ഇത്രയും പറഞ്ഞ് പിന്നെ 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെ നൈസായിട്ട് ഉടായ്പ കാണിച്ചാൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ സൗകര്യം പോലെ അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇത് അയച്ചു കൊടുത്തു, എന്താ പറയുന്നത്, അഡ്രസ്സെല്ലാം അയച്ചു കൊടുത്തു. ഞാനിത് വീഡിയോ ഇടാൻ വേണ്ടി താമസിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് റോഡ് അയക്കാൻ നേരത്ത് ഒരു 8 ദിവസം മാക്സിമം 10 ദിവസം വരെ നോക്കാമെന്ന് ഓർത്ത്. ഇതിപ്പം 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഷിപ്പിങ്ങിൻ്റെ ഒരു കാര്യമില്ല. ഞാൻ ഒരു ഇടയ്ക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട് വിളിച്ചു കേട്ടോ, 2 പ്രാവശ്യം 2 പ്രാവശ്യം വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ല, കാരണം അയച്ചു കൊടുക്കേണ്ട, ഇനി എന്തിനാ ഫോൺ വിളിക്കും? വേറെ എന്തെങ്കിലും പറയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ ചോദിക്കാൻ വേണ്ടിയിരിക്കും. അതെനിക്കറിയത്തില്ല സംഭവം എന്നാന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അവരുടെ അടുത്ത് പറഞ്ഞു അയച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡെലിവറി ചാർജ് അടക്കം കിട്ടിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് അയച്ചു തരാൻ പറഞ്ഞു. ഇതുവരെ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 3 ആഴ്ചയോളം കഴിഞ്ഞു ഇതുപോലെ ഗുഡായ്പ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഒന്നും എടുത്ത് അയച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഓർത്ത് കുറേ ആൾക്കാർ പറഞ്ഞു, ബ്രോ നമുക്കിപ്പം സാധനം ഇത്രയും ഒറിജിനൽ പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയുള്ള അവസ്ഥ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ യൂസ്ഡ് സാധനങ്ങളുടെ വില അറിയത്തുള്ളൂ. അയച്ചു കൊടുക്കുന്നത്. ഇപ്പം ബഡ് സൂപ്പർ നമ്മളൊരു 3500 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്നത്, അതിൻ്റെ ഒറിജിനൽ റേറ്റ് എത്രയാണ്? 12,000 13,000 രൂപ വരും. നാട്ടിൽ സെക്കൻഡ് ഹാൻഡ് ഈ സാധനം മേടിച്ചെന്ന് പറഞ്ഞാൽ 8,000 8,500 രൂപ. നമ്മൾ 3,500 രൂപയ്ക്കാണ് അവിടെ ഇവിടുന്ന് യൂസ്ഡ് സാധനം എടുത്ത് കൊടുക്കുന്നത്. മനസ്സിലായി? അതുപോലെ ജാബ്രയുടെ പല സൈസുകൾ 65 ടി ഒക്കെ 17,000 രൂപ. ഇപ്പോഴും ഒറിജിനൽ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്ന 17,000 രൂപയാണ്. 85 ടി ജാബ്രയുടെ 85 ടി ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ 3,500 രൂപയ്ക്ക് കൊടുക്കുന്നത് ജസ്റ്റ് ഓപ്പൺ പീസുകൾ. അതുപോലെ പല കാര്യങ്ങൾ അവിടെ നമുക്ക് ആൾക്കാർക്ക് മേടിക്കാൻ കഴിയത്തില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതൊക്കെ മേടിക്കുന്നവർക്കറിയാം അതിൻ്റെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു, ഇപ്പോൾ നിർത്തരുത് ഇങ്ങനെയാണ്. നമ്മൾ സ്പീക്കറിൻ്റെ പരിപാടി നിർത്തി കേട്ടോ. സ്പീക്കർ ഇനി എൻ്റെ അവരിൽ അയച്ചു കൊടുക്കുന്നില്ല. കാരണം നമുക്ക് വേറൊരു പ്രശ്നം കൂടി വന്നായിരുന്നു, അതും ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നം വന്നു. പക്ഷേ പുള്ളി ജെന്യൂൻ ആയിട്ടുള്ള ആളായിരുന്നു. നമ്മുടെ അടുത്ത് പറഞ്ഞു, സാധനം എനിക്ക് റിട്ടേൺ അയച്ചു തന്നു. ഞാൻ ഇവിടുന്ന് സാധനം വേറൊരിടത്ത് ഞാൻ അയക്കുകയും ചെയ്തു. അപ്പം ഇനിയിപ്പം വേറൊരു കാര്യം പറഞ്ഞു, അതായത് ഡെലിവറിക്ക് പ്രശ്നം വരുമെന്ന് പറഞ്ഞ് ഇനി ആരും പ്രശ്നം വരുന്നില്ല. കാരണം ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ഇപ്പം അയച്ചു കൊടുക്കുന്നില്ല. അല്ലാത്ത സാധനങ്ങൾ ഇയർബഡ്സ് കാര്യങ്ങൾ, ഷൂസ്, വാച്ചുകൾ, അങ്ങനത്തെ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. സ്പീക്കർ, ഹോം തിയേറ്റർ അതുപോലത്തെ സാധനങ്ങളൊന്നും ഇനിയിപ്പോൾ അയച്ചു കൊടുക്കുന്നില്ല. ഇതാണ് പ്രശ്നം വന്നത്. നൈസായിട്ട് നമ്മളെ പറ്റിച്ചതാണോ എന്താണെന്ന് എനിക്കിപ്പം വലിയ പിടുത്തമില്ല. എന്താണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും പോയി, ഡെലിവറി ചാർജും പോയി, സ്പീക്കറും പോയി, എല്ലാം പോയ അവസ്ഥയാണ്. മനസ്സിലായില്ല? ഇതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് അകത്തുനിന്ന് 100 രൂപ 150 രൂപ ലാഭം എടുത്താണ് ഞാൻ എല്ലാ സാധനം അയച്ചു കൊടുക്കുന്നത്. ഞാൻ വെളുപ്പിനെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. തണുപ്പ് നിങ്ങൾക്ക് വന്നവർക്ക് അറിയിട്ടുണ്ട് തണുപ്പൊക്കെ ഉണ്ട്. തണുപ്പ് ചൂടത്ത്, ഇപ്പം ചൂടത്തുണ്ട്, നല്ല ചൂടാണ് വരുന്നത്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നും എനിക്ക് സാറ്റർഡേ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്ന് ഞാൻ സാറ്റർഡേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് പോകണം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഞാൻ പോയിട്ട് സാധനം എടുത്തുകൊണ്ടിരുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് നമ്മൾ സാധനം എടുക്കുന്നത്. അതൊന്നും ഞാൻ പുള്ളിയോടും പറഞ്ഞു, ബ്രോ 100 രൂപയ്ക്ക് വേണ്ടിയില്ല ഇങ്ങനെ പറയുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് സാധനം അയക്കുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമാണ്. മനുഷ്യത്വമൊന്നും ഇല്ലാത്ത പെരുമാറ്റം എന്ന് പറയത്തില്ലേ, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് സാധനം എടുക്കുന്നത്. നമുക്ക് 100 150 രൂപയ്ക്ക് ലാഭം കിട്ടിയിട്ട് ഒന്നും കിട്ടാനില്ല നമുക്ക് ഇതിനകത്തുനിന്ന്. ജസ്റ്റ് ഇതിനകത്തുനിന്ന് എന്താ പറയുക, ഈ കാർഡ്ബോർഡ് ബോക്സും ബൗൾ ഡ്രാപ്പും സെലോ ടേപ്പും ഈ കാര്യങ്ങളെല്ലാം മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പരിപാടി കുറയും. പിന്നെ ഈ പ്രൊഡക്റ്റെല്ലാമായിട്ട് നമ്മൾ എന്താ പറയുന്നത്, DTDC ആണ്, DTDCയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റിൽ പോയി അയക്കാൻ നേരത്ത് അതിൻ്റെ ഓട്ടോ കൂലിയും കൂടി കഴിക്കാൻ നേരത്ത് നമുക്ക് ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ കിട്ടാനില്ല, ലാഭമൊന്നും കിട്ടാനില്ല, ശരിക്കും ഒന്നും കിട്ടാനില്ല ലാഭം. പിന്നെ ഏതെങ്കിലും വീഡിയോ എടുക്കാൻ പോകുന്നു, നമുക്കൊരു പാഷൻ്റെ പുറത്ത് വീഡിയോ എടുക്കാൻ പോകുന്നു, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അത് അയച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതാണ് സംഭവം. എൻ്റെ പേരിൽ എന്തെങ്കിലും ഞാനിപ്പം ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ എനിക്ക്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും പറഞ്ഞറിയിക്കുക. ഇതാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് നമ്മൾ
ഇനിയും സ്പീക്കറും കാര്യങ്ങളൊന്നും എന്തായാലും എടുത്തിനി കൊടുക്കത്തില്ലായിരുന്നു. ഇതായിരുന്നു കാര്യം കേട്ടോ. അപ്പം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മളൊന്ന് അറിയിക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ. ബൈ.